സുന്ദരിയപ്പമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടുണ്ടാക്കണ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തേങ്ങയും പിന്നെ ശർക്കരയൊക്കെ ചേർത്തിട്ട് ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നിൻ്റെയും കൂടെ കൂട്ടി കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വെറുതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും, അത്രയ്ക്ക് ഭംഗി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങും ഇതൊക്കെ കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വയ്ക്കുക, കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വയ്ക്കുക. പിന്നെ പൊടി നനച്ചിട്ട് എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് നല്ല കറക്റ്റായിട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും. അപ്പോൾ എങ്ങാനും പൊട്ടി പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നനവ് കുറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വെള്ളം നനച്ചിട്ട് ഈ പൊടി നമ്മൾ ഒന്നുകൂടി ഒന്ന് അരിച്ചിട്ട് എടുക്കും. അങ്ങനെ അരിച്ചിട്ട് എടുക്കണം കേട്ടോ, അപ്പോഴായിരിക്കും ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കാം. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം, ഇവിടെയും ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ കുറേ പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആ ന്യൂസിലേക്ക് വരുന്നുണ്ട് ന്യൂയോർക്കിൽ കൊറോണയ്ക്ക് ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങളങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങണില്ല, എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ നമ്മുടെ സുന്ദരിയപ്പം നമുക്ക് റെഡിയാക്കിയിട്ട് ഇടുക. അപ്പോൾ ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ അരിപ്പൊടി നമുക്ക് നമ്മൾ പുട്ടിന് പൊടി നനച്ചിട്ടെടുക്കില്ലേ, അതേപോലെ നനച്ചിട്ടെടുക്കുക. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിനങ്ങനെ കറക്റ്റ് ഇത്രയ്ക്ക് ഇങ്ങനെ മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അരിപ്പൊടി എടുക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ വെള്ളത്തിൽ ഓൾറെഡി ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പൊടി നനച്ചിട്ട് എടുക്കട്ടെ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് പുട്ടിൻ്റെ പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, ആ പൊടിയിൽ നന്നായിട്ട് തരി ഉണ്ടാവും. പക്ഷേ ഇത് ഇതിനൊട്ടും തരിയില്ലാത്ത പൊടി കേട്ടോ. പക്ഷേ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പൊടി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പൊടി. ഇപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പുട്ടിൻ്റെ പൊടി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന റൈസ് ഫ്ലോർ ഉണ്ടല്ലോ, അതായിരുന്നാലും മതി. പക്ഷേ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ട് വറുത്തെടുക്കണ അരിപ്പൊടിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും. കാരണം ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ പുട്ടിൻ്റെ പൊടിയുടെ നനവ് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പൊടി എടുത്തിട്ട് ഇതിങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൂടിയിരിക്കണം. കണ്ട എന്നിട്ട് നമ്മളത് പൊടിച്ചിട്ട് ഇടുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ വേണം, ഒട്ടിങ്ങനെ കട്ട പിടിക്കാണ്ട്. ചെറുതായിട്ട് കട്ട പിടിച്ചാൽ കുഴപ്പമില്ല. അതാട്ടോ പുട്ടിൻ്റെ പൊടിയുടെ നനവ് കറക്റ്റാണോ എന്ന് അറിയുന്നത്. ഈ പൊടി നമുക്ക് അരിച്ചിട്ട് എടുക്കണം. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ പൊടി അരിച്ചിട്ട് എടുക്കാറില്ലല്ലോ, പക്ഷേ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ അരിപ്പയിൽ ഇട്ടിട്ട് പൊടിയൊന്ന് അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് പൊടിയൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ പൊടി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിയില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. പുട്ടുണ്ടാക്കുമ്പോഴും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് നീക്കി വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഞാനിവിടെ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കല്ലില്ലാത്ത ശർക്കര കേട്ടോ. കല്ലുള്ള ശർക്കരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ എടുക്കും, നിങ്ങൾ പഞ്ചസാര ചേർത്തോ. അല്ല ഇപ്പോൾ സാധാരണ വരുന്ന ശർക്കരയിലൊന്നും അങ്ങനെ കല്ലില്ലല്ലോ. അപ്പോൾ സ്ഥിരം വാങ്ങുന്ന ശർക്കര, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഞാൻ അത് കല്ലില്ലാന്ന്. എനിക്കാണ് ഇപ്പോൾ വരുന്ന ഒറ്റ ശർക്കരയിൽ അങ്ങനെ കല്ലില്ലാന്ന് തോന്നും. അല്ലെങ്കിൽ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം. ശർക്കരയ്ക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ശർക്കര ഈ തേങ്ങയിൽ മിക്സ് ചെയ്യണില്ല, കാരണം കുറച്ച് ശർക്കര ഞാൻ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. കാരണം ഫില്ലിങ്ങിന് അങ്ങനെ കറക്റ്റ് ഇത്രയ്ക്ക് സാധനങ്ങൾ ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അത് ഞാനിവിടെ ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരുന്നത്, അത് ബാക്കി കുറച്ച് ഇരുന്നുണ്ടായില്ല. എനിക്ക് ടൂട്ടി ഫ്രൂട്ടി നല്ല ഇഷ്ടം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ചെറി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറി ചേർക്കാം. അപ്പോൾ ഫില്ലിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താട്ടെ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളടുത്ത് ശർക്കര ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ചേർക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേപോലെ ഫോയിൽ പേപ്പറാണ് വെക്കുന്നത്. ഫോയിൽ പേപ്പറിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും തുണിയായിരുന്നാലും ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ട് വെക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേപോലെ കുഴിയുള്ള ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ
ഇങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കമത്തിയിട്ട് വെക്കുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കമത്തിയിട്ട് വെക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഫോയിൽ പേപ്പർ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ ഫോയിൽ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. അപ്പോൾ വേറെ ടൈറ്റായിട്ട് വെക്കരുത്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ തുണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി അല്ലെങ്കിൽ തോർത്തുണ്ടുണ്ടല്ലോ, തോർത്തുണ്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ മതി. എന്നിട്ട് ഫോയിൽ പേപ്പർ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഈസിയാണ്. വേറെ ടൈറ്റായിട്ട് വെക്കരുത്. ഇവിടെ സെൻറ്ററിൽ വേറെ ടൈറ്റായിട്ട് വെക്കരുത്. സെൻറ്ററിൽ ഇതേപോലെ പതുക്കെ ഒന്ന് കുഴിച്ചു കൊടുക്കുക. സൈഡിൽ ഇതിങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഇരുന്നോളും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ കൂടെ വരുന്ന തട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ തട്ടിൽ വെക്കരുത്. അങ്ങനത്തെ തട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുഴിയായിട്ടുള്ള എന്തെങ്കിലും സാധനത്തിലേക്ക് വേണം നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കമത്തിയിട്ട് വെക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് ആവി വരണമല്ലോ, ആവി വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുക്കുക. ചിട്ടോടോട്ടുണ്ട്. കാരണം ഇത് നമ്മളിങ്ങനെ കമത്തിയിട്ട് ഇങ്ങനെ വെക്കേണ്ടത് ഈ സെൻറ്ററിൽ ഇത്രയ്ക്ക് സ്ഥലത്ത് മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒരു ഈർക്കിലി എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിലൊന്ന് കുത്തി കൊടുക്കാം. അതിൽ ഞാൻ ഇതിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാണ്ട് റെഡിയാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പുട്ടും കണി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ആക്കി വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്ലെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പുട്ടായിട്ട് വരും. പക്ഷേ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കമത്തി വയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ ഇത് നമുക്കായിട്ട് നീക്കി വയ്ക്കാം. നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതെവിടെ ഒരു തോർത്തുമുണ്ടിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. തോർത്തുമുണ്ട് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ടൈപ്പ് തുണി ആയാൽ മതി. അപ്പോൾ ഈ തുണി നമ്മൾ ഫസ്റ്റ് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് എടുക്കുക. നനഞ്ഞ തുണിയിൽ വേണം. നമ്മുടെ തോർത്തുണ്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ എത്ര വലിപ്പമുള്ള പാത്രം ആയിരുന്നാലും കുഴപ്പമില്ല, ഒരുപാട് ഭയങ്കര വലിപ്പമുള്ളത് എടുക്കണ്ട. അപ്പോൾ ഇതിൽ ചെറുത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെറുതെടുക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അരിപ്പൊടി, നമ്മൾ അരിപ്പേരൊക്കെ ഇട്ടിട്ട് അരിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അരിപ്പൊടി ഇതിലേക്ക് ഇടുക. ഇങ്ങനെ അരിച്ചെടുത്തേക്കണത് കൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ടാണ് പൊടി ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ലെയർ അരിപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് ശർക്കര സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ, മിക്സ് ചെയ്യാണ്ട് ശർക്കര ഇട്ട് കൊടുക്കുക. നല്ല കറുത്ത ശർക്കരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ശർക്കരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ് ഉണ്ടല്ലോ, തേങ്ങയുടെ ഫില്ലിങ് ഇടുക. അതൊക്കെ നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ അരിപ്പൊടി ഇടും. ഇപ്പോൾ പൊടിയുടെ നനവ് കറക്റ്റായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അപ്പം പൊടിഞ്ഞു പോകും. നമ്മൾ മണ്ണപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ മണ്ണ് നല്ല കറക്റ്റ് പാകത്തിനേക്ക് ചെറുപ്പത്തിൽ കുഴച്ചെടുക്കാറുണ്ടല്ലോ, അതേപോലെ നല്ല കറക്റ്റ് പാകത്തിന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത്രയ്ക്കാണ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പൊടീനെ നമുക്ക് ഇതേപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുക. നമ്മൾ മണ്ണപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒതുക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അപ്പം കമത്തുമ്പോൾ വിട്ടുപോകും. എങ്ങനെ ഒരുപാട് വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് അമർത്തണ്ട, ജസ്റ്റ് മുകളിൽ ഒന്ന് അമർത്തി കൊടുക്കാം. പതുക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാത്രം. ഒരുപാട് പിടിച്ച് ഭയങ്കര മുറുക്കി അമർത്തരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് അമർത്തി വെച്ചിട്ടുണ്ട്, കൈ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തിയിട്ടുള്ളൂ, അടിയിലേക്ക് ഭയങ്കര ബലം കൊടുത്തിട്ട് അമർത്തിയിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടിയും പൊടിയിട്ടിട്ട് ഇത് നമുക്കങ്ങോട്ട് ഫില്ല് ചെയ്യാം. കൂടുതലും എണ്ണ പൊടി ഇതേപോലെ ഇങ്ങനെ വടിച്ച് മാറ്റാം. മുകളിൽ കൂടുതലും എണ്ണ പൊടി ഇതേപോലെ ഇതിങ്ങനെ നടുക്കുന്ന ഇങ്ങനെ വടിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ തോർത്തുകൊണ്ട് നനച്ച് വെച്ചിട്ടുണ്ടല്ലോ, തോർത്തുകൊണ്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ തോർത്തുണ്ടിന് നനവ് വേണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ തോർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ
ഇതേപോലെ തുണി എടുക്കുമ്പോഴായിരുന്നാലും കുറച്ച് വീതിയുള്ള തുണി എടുത്തോട്ടോ, ഒരുപാട് വീതിയല്ല. കണ്ടതാ അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഈ അടിയിൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. അപ്പം ഇനി നമ്മുടെ അപ്പം നമുക്ക് കമത്താൻ വേണ്ടിയിട്ട് അടപ്പത്തേക്ക് പോകട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് ആവി വന്ന് തുടങ്ങിയിട്ടില്ല, വെള്ളം തിളച്ചതിൻ്റെ ഒരു സൗണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് തിളച്ചിട്ട് അങ്ങോട്ട് ആവി വരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ആവി അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ കൈമേക്ക് ആവി അടിക്കും. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ തോർത്ത് മുണ്ടിൽ പൊതിഞ്ഞേക്കണം നമ്മുടെ അപ്പം നമ്മൾ ഇതിലേക്ക് കമത്താൻ വേണ്ടിയിട്ട് പോവാണ്. പേടിക്കൊന്നും വേണ്ട, പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ. നമ്മളിങ്ങനെ ചിരട്ടപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ല പരിചയമുണ്ടല്ലോ. അപ്പോൾ അത് ഇതിങ്ങനെ കമത്തി വയ്ക്കാം കേട്ടോ. കമത്തട്ടെ, സെൻറ്ററിലായിട്ട് ഇങ്ങനെ കമത്തി വയ്ക്കാം. എന്ത് ചെയ്യണം, ഈ തോർത്തുകൊണ്ട് തന്നെ തുറക്കാം. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ തോർത്തുകൊണ്ട് നമ്മളിങ്ങനെ തുറന്ന് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ അപ്പം നല്ല ഭംഗിയിലിരിക്കുന്നത് കാണാം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നാലും ചിരട്ട പൊന്തിക്കാൻ വേണ്ടിയിട്ട് പൊന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ അപ്പം ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നനവ് അങ്ങനെ കറക്റ്റ് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം പൊടിഞ്ഞു പോകും. ഇതാ നമ്മുടെ അപ്പം നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്, ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കട്ടെ. ഇനി തോർത്തുകൊണ്ട് വെച്ചിട്ട് നമ്മുടെ ഈ അപ്പത്തിനെ ഒന്ന് മൂടി വയ്ക്കുക. തോർത്തുകൊണ്ട് ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ പുറത്തേക്ക് പോകരുത് കേട്ടോ, കത്ത് പിടിക്കും. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രം മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പുട്ടൊക്കെ വേവിച്ചിട്ടെടുക്കില്ലേ, അതേപോലെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് നന്നായിട്ട് ആവിക്ക് വന്നിട്ട് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഈ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ നല്ലത്. അപ്പം തന്നെ എടുത്താലും കുഴപ്പമില്ല. ചിലപ്പോൾ അപ്പം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് മുകളിൽ ചിലപ്പോൾ വിള്ളൽ വീഴും. പിന്നെ പൊടിയിൽ നനവ് കുറവുണ്ടെങ്കിലും നമ്മൾ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ വിള്ളൽ വീണിട്ട് നമ്മുടെ അപ്പം പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയിൽ കുറച്ചും കൂടി വെള്ളം നനച്ചിട്ട് പൊടി ഒന്നുകൂടി നനച്ചിട്ട് പിന്നെ അരിച്ചിട്ട് എടുക്കണം കേട്ടോ. പിന്നെ പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് എടുത്താൽ മതി. കാരണം നല്ല ചൂടോട് കൂടിയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കണ്ടേ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ തേങ്ങയൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. അപ്പം എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ തുണി അങ്ങനെ പടി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് എടുക്കുന്നത് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് തന്നെ ഈ തുണി പതുക്കെ ഒന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് വെച്ചിട്ടാണ്ട് കമത്തിയിട്ട് എടുത്താൽ മതി. അതാണ് കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ പൊട്ടൽ വീഴും കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് തന്നെയാട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ അപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കണേന്ന് നോക്കാം. ഒന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കാനും പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇതിങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ, ഉള്ളിൽ ഇതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ വെച്ച് കൊടുക്കാം കേട്ടോ.